നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല നാടൻ അപ്പമാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ അപ്പത്തിൽ തേങ്ങയൊക്കെ ചേർത്തിട്ടാണ് അപ്പം റെഡിയാക്കാറുള്ളത്. ഇവിടെ നമ്മൾ തേങ്ങ ചേർക്കാതെ എന്നാൽ വേറൊരു ഇൻഗ്രീഡിയൻ്റ് എക്സ്ട്രാ ചേർത്ത് നല്ല അടിപൊളി മയമുള്ള സോഫ്റ്റ് അപ്പം. അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ ഒരു 1.5 കപ്പ് അളവിൽ പച്ചരി ഞാൻ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ അപ്പമൊക്കെ തയ്യാറാക്കുമ്പം അല്പം നല്ല ക്വാളിറ്റിയുള്ള റൈസ് നോക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ഒരു അപ്പം തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്ത പച്ചരിയാണ് ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചോറാണ്. അപ്പം ഏകദേശം ഒരു 1-2 ടേബിൾ സ്പൂണോളം ചോറ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ വെള്ളരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 സ്പൂണോളം ഈസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരല്പം കൂടെ വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം, പക്ഷെ ഞാൻ ഈ ഒരളവിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ അപ്പമൊക്കെ അരയ്ക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല, ആ ഒരു രീതിക്കാണ് നമ്മളിവിടെ അപ്പം അരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ നമ്മളിതിൽ ചേർക്കില്ല, പകരം നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല ഒരുപാട് ടൈറ്റും അല്ല. ഇതാണ് കേട്ടോ അപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ബാക്കിയുള്ള ബാച്ചും നമുക്കിതുപോലെ തന്നെ അരച്ചെടുക്കാം. തേങ്ങയ്ക്ക് പകരം വെളിച്ചെണ്ണ നമ്മൾ ചേർത്തു എന്ന് കരുതി നമ്മൾ തയ്യാറാക്കുന്ന അപ്പത്തിന് യാതൊരു തരത്തിലുള്ള ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കുറഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബിൽ ഒരു ചാനലിൽ നിന്ന് കണ്ടൊരു റെസിപ്പിയാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. അപ്പോൾ ആദ്യം ഒന്ന് ട്രൈ ആക്കി നോക്കി, വളരെയധികം ഇഷ്ടപ്പെട്ടു. തേങ്ങയില്ലെങ്കിലും വെളിച്ചെണ്ണ സ്വല്പം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം തയ്യാറാക്കിയെടുക്കാമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനതുകൊണ്ട് തന്നെ ഷെയർ ചെയ്തതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തേങ്ങയില്ലാന്ന് കരുതി ഇനി ആരും അപ്പം ഉണ്ടാക്കാതിരിക്കേണ്ട. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി. 2 ബാച്ചുകളായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്പത്തിൻ്റെ ബാറ്ററൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് 2 ബാച്ചുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ സാധാരണ അപ്പമൊക്കെ പുളിപ്പിക്കാൻ വെക്കുന്നത് പോലെ പുളിപ്പിക്കാനായിട്ട് നമുക്ക് അടച്ച് മാറ്റി വെക്കാവേ. ഓരോ സ്ഥലത്തെ ടെമ്പറേച്ചർ അനുസരിച്ച് മാവ് പുളിച്ച് പൊന്തി വരാനുള്ള സമയത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ചേർത്ത് അപ്പത്തിന് അരച്ച് വെക്കാറില്ല. ഇതുപോലെ പൊന്തിയതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ചുട്ട് ഞാൻ കാണിച്ചു തരാം എന്തോരം സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ഈ അപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടായ അപ്പച്ചട്ടിയിലോട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഈ അപ്പത്തിനൊക്കെ നമ്മൾ ചുറ്റിക്കുന്നത് പോലെ ഇതൊന്ന് ചുറ്റിച്ചെടുക്കണേ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ അപ്പം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നതെന്ന് നോക്കിക്കേ. ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് ലേസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള അപ്പവും നമുക്ക് ചുട്ട് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പികൾ കാണാനും ഉണ്ടാക്കാനും താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.